പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് എല്ലാം ന്യൂ കട്ട് വിത്ത് ഹെയർ ഗൈസ്, ന്യൂ ഹെയർ കട്ടിങ് വിത്ത് ടുഡേ അറ്റ് കുറ്റിച്ചൽ ഗൈസ്. അതാണ് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നമ്മുടെ സൈക്കിൾ പഞ്ചർ റിപ്പയർ വിത്ത് വർക്ക്ഷോപ്പ് ഗൈസ്. പിന്നെ ഇങ്ങനെ ഒരു സംഭവത്തെ അതിൻ്റെ കൂടെ ഇത് ചെയ്യണമായിരുന്നു. ബ്യൂട്ടറിൻ്റെ ബാറ്ററി വെക്കാൻ വേണ്ടി അപ്പം അതിൻ്റെയും കൂടെ കുറച്ച് വീഡിയോ എടുക്കാൻ വീഡിയോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ 3 കാര്യത്തിലേക്ക് പോകണം. 3 ഈ വീഡിയോയുടെ ടൈറ്റിലായിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പം നേരെ വീഡിയോയുടെ വാങ്ങിസ് നോക്കി ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ എന്റെ ചെറുപ്പത്തില് അങ്ങോട്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക. വിളക്കെല്ലാം കത്തിച്ചു കഴിയുമ്പോ മണി 7 മണി. എനിക്കപ്പോഴും ഒരു പേടിയില്ല. എവിടെ സർഫ് കംഫർട്ടാ സർഫാ എവിടെ ഇരിക്കണേ? അതെയാ പിന്നെ തട്ട് സത്യമായിട്ട് കേട്ടോ മാമി, ഭയങ്കര ശബ്ദമായിരുന്നു. ரொம்ப சத்தம் பயந்துட்டோ. വീഡിയോ എടുക്കാതെ സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് ഒരു സ്ഥലം വരെ പോകണം. പിന്നെ ഇതുവഴി അങ്ങ് നടക്കോ? ഇതുവഴി കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ നീ നടാ, ഞാൻ ഇതുവഴി അങ്ങ് വരാം. ഞാൻ പറഞ്ഞിട്ടാണെന്നാണ് ചേച്ചി പറഞ്ഞിട്ടാണ്. പേപ്പർ അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് അങ്ങ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു പേപ്പർ വേണമെന്ന് എന്തിനാണെന്നുണ്ട്, ഞാൻ പോയി നോക്കാം. നല്ല വെച്ചില്ല ഇരിക്കണം. നേരെ നമുക്ക് സ്ഥലം വരെ പോകണം ഗൈസ്. ഓക്കെ, ഞാൻ താഴെ സൈക്കിളൊന്നും എടുത്തില്ല. അവിടെ ചെന്നാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് ഇവിടെ ചോദിക്കാം. ആമി
ചെടിയിലിട്ട് ഇറങ്ങിയിരിക്കേണ്ട സുഹൃത്തുക്കളെ ഉണ്ട് വെയിറ്റ് നോക്കാം. താമസമില്ലെന്ന് പിന്നെ പറയല്ലോ. പിന്നെ വേറെ എവിടെ എന്തിനു പറയാ? ആദ്യം പറഞ്ഞ് തറയെ നോക്കി ഞാൻ ഇവിടെ ആര് ജന്മ ഉണ്ടായി കളഞ്ഞ പടി ഉണ്ടാക്കാൻ സൈക്കിളുടെ ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുന്നതാണ് ഇടയിലാണ് കൂടെ. പിന്നെ അവളെ നടന്ന കിടന്നാ പോട്ട് നമ്മൾ എന്തൊരു നോക്കാൻ പോണ കേസ് നമ്മൾ റിയാക്ഷൻ വീഡിയോയില്ലേ കേസ് പിന്നെ അങ്ങനെ നമ്മൾ ഇവിടെ തിരികെ അയ്യോ അയ്യോ ഒന്നും പറയണ്ട. ഇടയ്ക്ക് മുടിയില്ല മീൻ ചില സമയത്താണ് ഇത് അമ്മയെടുത്തൊന്നും പറയണം. ഒരാൾ പെരുമയാണ് ഇങ്ങനെയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല. തറ നോക്കി വീഡിയോയില് മേലോട്ടല്ലേ നോക്കണം, താഴോട്ടോ പൊട്ടിയ നോക്കമ്മ. പേപ്പർ കിട്ടി. ഞാനേ അവിടെ നിന്ന് പേപ്പർ വാങ്ങിച്ചോണ്ട് തിരിച്ചു വന്നപ്പോഴേ ഇതിനെ കണ്ടേ. ആ ചേച്ചിയെ ആ മയിലിന് മറ്റേ ഇതിനെ ഇത് ബിന്ദാമിന്റെ ഇതിനെ അപ്പോഴേ ഇത് ചോദിക്കില്ലേ ഇത് എന്തായി ഇത് നീ എന്തെങ്കിലും തറ നോക്കി കിടക്കണേ. ഞാൻ പിന്നെ മേലോട്ടല്ലേ നോക്കിക്കൊണ്ടായിരുന്നു ചോദിക്കുന്നു. മേലോട്ട വീഡിയോ ഇങ്ങനെ എടുത്ത് മേലോട്ട് നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നപ്പോൾ പറയണ് താഴോട്ട് നോക്കി കിടക്കണം. ഞാനൊരു കുഞ്ഞാണ് താഴോട്ട് നോക്കിക്കൊണ്ട് നടക്കണം പറയണ ഇന്നും കൊണ്ട്. എന്തൊക്കെ പറഞ്ഞോട് പോണ? എന്തൊരു ജാടയിലാണ്ടോ പോണ? ജാടയില്ല ജാട എന്ത് രാവിലെ ജാടേനെ എല്ലാം വിളിക്കാൻ ഇങ്ങനെ വിളിക്കാൻ തോന്നുന്നത് നിങ്ങള് കാര്യാക്കല്ലേ. ഇങ്ങനെയുള്ള അവളെ ഒന്ന് അപ്സെറ്റ് ചെയ്യില്ലേ? നിങ്ങളായിരുന്നാലും അങ്ങനെ അപ്സെറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഇവൾക്ക് എന്തായിരുന്നു ഇല്ല ജാടക്കാരി ഇനി ബോഡി ആ തിരിഞ്ഞു നോക്കണുണ്ട്. തിരിഞ്ഞു നോക്കിയല്ല പേടി.
നിങ്ങളെന്തായാലും അങ്ങനെ ചെയ്യണം. ആദ്യം എന്തൊരു ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അത് തിരിച്ചു പറയാനുള്ള ഒരു ഇത് പറയണം. ഇത് ഞാൻ പറഞ്ഞു വിചാരിക്കല് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞ ചുമ്മയെങ്കിലും പറഞ്ഞതിന് സുഹൃത്തുക്കളെ അങ്ങനെ ഇപ്പം ചീത്ത ഞാൻ വിളിക്കില്ല. ദേഷ്യം ഞാൻ എന്തെങ്കിലും വിളിച്ചു പോകും. അതൊന്ന് അപ്സെറ്റ് ചെയ്ത് വിചാരിക്കാൻ ഗൈസ്. അതാണ്ട് ഇവിടെ അങ്ങനെ എന്തെന്നുള്ള പേപ്പറമ്മ എന്തെന്നുള്ളതാണ് ഇലക്ഷൻ ഉണ്ടല്ലേ, ഫോട്ടോ ഇടാൻ പോണം. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞാല് ഓട്ടോ ഇടാൻ പറ്റും. അപ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. 18 വയസ്സാകുമ്പോ തന്നെ എനിക്ക് കാറിന്റെ ലൈസൻസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇനി അമ്മയ്ക്കുള്ളതേ അവര് എഴുതിയിട്ടുണ്ട്. എന്താ ഏറ്റവും പിറയിലായിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 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 ഇത് എവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡാഷ് വോട്ടർ പട്ടികകളിൽ എൻ്റെ പേര് ഉൾപ്പെട്ടുണ്ടാകാം എന്തൊരു മൈരി എന്നെ കിടന്ന് വളയണത്. അങ്ങനെയുണ്ടെങ്കിൽ അത് ആ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മളിത് ഇത് വെടിയെടുക്കും. നമുക്ക് നമ്മളെ ഇതൊക്കെ കാണിച്ചില്ല ഗീസ്. അച്ഛൻ്റെത് അമ്മേരെ 2 എണ്ണം, അച്ഛൻ്റെ പറഞ്ഞത് ഇത് അച്ഛനായിട്ട് ഒരെണ്ണം എൻ്റെ. അപ്പോൾ എൻ്റെ പഴയ ഫോട്ടോ നിങ്ങൾ കണ്ട ഇഷ്ടപ്പെടുമോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പം എൻ്റെ ബാക്കി ഫോട്ടോകളൊന്നും കാണാനില്ലല്ലേ? എൻ്റെ ബാക്കി ഫോട്ടോ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലല്ലേ? എൻ്റെ ബാക്കി ഇതിന്റെ ബാക്കി ഫോട്ടോ എന്തെണ്ണൊക്കെ കൊടുത്തല്ലേ? കൺസെഷന് പിന്നെ വേറെ എന്തെണ്ണൊക്കെ, പിന്നെ ഈ 3 എണ്ണം ഉണ്ട്. 4 വാങ്ങിച്ചത്. അതിൽ 4 ഒരെണ്ണം കൺസെഷൻ എടുത്ത്, ബാക്കി 3 ഉണ്ട്. ബാക്കി 3 എന്തോ ഇല്ലേ? 3 ഉള്ളു അപ്പോഴും. അപ്പൊ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. പിന്നീട് എടുക്കാൻ ശ്രമിക്കണേ. അത് വെച്ചേരെ ഇവിടെ അമ്മേരെ പഴയ പോട്ടു കണ്ട ആരാണ് പറയുന്നത്? ക്ലിയർ ഇല്ലേ? ക്ലിയർ ഉണ്ട്. ഓക്കെ, കുറച്ച് കൂടെ എടുക്കാം. ഇന്നലെയും വിളിച്ചില്ലേ? പിണക്കത്തിനാണെന്ന് തോന്നുന്നു. വിളിക്കണം. വിളിക്കണ്ടേ? ഇല്ല, അതിന് വിളിക്കണ്ടേന്ന്.
ചന്തയിലും പോണം. ചന്തയിൽ പോണം. എപ്പോഴും വേണം ഞാൻ ഇറങ്ങുമ്പോ ഇറങ്ങാം. ഇങ്ങനെ ഇരുന്ന് മണി 9:30 ആയി. 9:30 അമ്മ ഇറങ്ങ്. എനിക്ക് കുറച്ചു നേരം മതി. എനിക്ക് പല്ലി അയച്ച് ഇനി ഇറങ്ങിയാ മതി. ഇനി ആഹാരം കഴിച്ചിട്ട് അതൊക്കെ കഴിയും. അപ്പൊ നമുക്ക് പിന്നെ എടുക്കാം. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയി സുഹൃത്തുക്കളെ. അമ്മ ഇവിടെ സുഹൃത്തുക്കളെ എടുക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇറങ്ങണ്ടേ? നീ ഇറങ്ങാല്ലേ? ഫസ്റ്റ് എവിടെ പോണ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചന്തയിൽ ഒന്ന് പോകണം. ഓക്കെ, ചന്തയിലൊക്കെ പോയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ സുഹൃത്തുക്കളെ. എൻ്റെ ടിങ്ങാണ്. നമ്മൾ വേണ്ട ഇറങ്ങാൻ സുഹൃത്തുക്കളെ. ഇപ്പോൾ സുഹൃത്തുക്കളെ ശർക്കര വാങ്ങണം അല്ലേ? വല്ല ഉണ്ടാക്കായിരുന്നല്ലേ? ശർക്കര വാങ്ങണം ഗേസ്. പിന്നെ അമ്മയ്ക്ക് ചന്തയിലും മില്ലിലും പോകണമെന്ന് പറഞ്ഞ് പൊടിക്കാൻ മില്ലിൽ പോകണം. ഞാൻ പറഞ്ഞില്ല ആളിൻ്റെ അടുത്ത് കാപ്പിയെ കുടിച്ച വീഡിയോ എടുക്കണം. ആകെപ്പാട സാധനം വാങ്ങാനുള്ള പൈസയല്ലേ, പിന്നെ നിങ്ങൾക്ക് കൊണ്ട് വാങ്ങാനുള്ള പൈസ ഇല്ല. ഇവിടെ വന്നില്ല, അവിടെ മുകളിൽ ആ പടം 200 രൂപ. കടയിൽ സാധനം വാങ്ങിക്കണം, മീൻ വാങ്ങിക്കണം, മല്ലിമുളകും പക്ഷെ ഇതാണ് സംഭവം. വേണം എന്നോട് ഫോട്ടോ എടുക്കണം. മുട്ടയാക്കണില്ല, കാട് വില ഇനി മാറ്റണം. എവിടെ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയെ? ഫോട്ടോ അല്ലേ, വീഡിയോ മുടി വെട്ടണം. നമുക്ക് മുടി വെട്ടണം ഗൈസ്. ഇനി അവിടെ ചെന്ന് കാണാം ചന്തയിൽ.
പവർ വേണം. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തെടുപ്പോൾ അടുത്ത് ചന്തയിലിടുവാം ഗൈസ്. ഇറങ്ങിയിരിക്കുന്ന താഴെ പിടി വെട്ടാൻ നോക്കി അവിടെ അടുത്ത് ഇങ്ങനെ വെടികെട്ടുന്ന കടയായിട്ട് ഇത് നീ ആണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ വേണ്ടി അത് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ ചേർക്കാവൂ. ഞാൻ കമ്പ് ഒരു ചിലവാണ് ഒരു വോട്ട് ചേർന്നേ. എന്റെ ഒരു ഫോട്ടോയും ആധാർ കാർഡും കിട്ടി വരിക. ഓക്കെ പോകണ്ട. മുടിയൊക്കെ വെട്ടി സെറ്റായിരിക്കുന്ന സുഹൃത്തുക്കളെ. പിറകൊക്കെ പിന്നീട് അവിടെ ചെന്ന് ഇത് കാണിക്കാം. സെറ്റായിട്ട് നല്ല രസമായിരുന്നു. മുടി വീട്ടിൽ 100 രൂപ കൊടുത്ത് അങ്ങ് പോയി 100 രൂപ കാണിച്ചു കേട്ടോ. ഓക്കെ ഇതിന് വീട്ടിൽ ചെന്നാണ് വീട്ടിൽ ചെയ്യാൻ പിന്നെ ശരി തലമുടി ഒട്ടി മഴയ്ക്ക് തന്നെ ചൂട് അപ്പോ എല്ലായിടത്തും മഴ വാർത്ത കാണുന്നുണ്ടോ? വെള്ളം വീട്ടിനകത്തൂടിക്ക് ഉള്ളത് കുടിച്ച് കൃഷി നാശിക്ക് ഇങ്ങനെയാണ്. ഒന്നുമില്ല. 5-6 ദിവസം മഴ ഊറ്റി. എന്നാലും നമുക്ക് എല്ലാവർക്കും ആളുകൾ പഠിക്കുന്നുണ്ടോ? വീട്ടിലെത്തി ബിന്ദുമീരോട് നിൽക്കുന്ന സംഭവം അത് അങ്ങനെ എത്ര മുടി നേരത്തെ വീട്ടിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. പറഞ്ഞായിരിക്കും അമ്മേനെയും ബിന്ദുമീരോട് എത്തിയത്. അമ്മയെ ഓക്കെ അമ്മ എന്തൊക്കെ വാങ്ങിച്ചേ? അപ്പോഴോ ശർക്കര മീൻ. ഓക്കെ ബിന്ദുമ്മയ്ക്ക് മീന് നെത്തോളി മീനും വാങ്ങിച്ച് തന്നു. അമ്മ ഏത് മീൻ വാങ്ങിച്ചേ? അയല മീനും വാങ്ങിച്ച് അപ്പോഴും വാങ്ങിച്ച് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുട്ടികളെ. അപ്പോഴേ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.